ഉപസംഹാരം. സർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൗകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിൻ്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്? എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്? കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൗരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ് സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിൻ്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 1,69,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,01.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുകണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്കബാക്കി -382.45 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -1,504.63 കോടി. സർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.